കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയ ചിന്തയ്ക്കായി സദൃശ്യവാക്യം 19:21. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലതും സ്വപ്നം കാണാറുണ്ട്, പലതും നിരൂപിക്കാറുണ്ട്, പലതും പ്ലാൻ ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ പലരുടെയും മറുപടി നോ എന്നായിരിക്കും. അത് നിമിത്തം നാം പലപ്പോഴും നിരാശപ്പെട്ടു പോകാറുണ്ട്, നമ്മുടെ മനസ്സ് തകർന്നു പോകാറുണ്ട്. എന്നാൽ യിരെമ്യാ പ്രവാചകൻ 1:5 പറയുന്നു, ഞാൻ നിന്നെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുന്നേ അറിഞ്ഞു. നമ്മളെ നന്നായി അറിയുന്ന ദൈവം, നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നമ്മളെ അറിഞ്ഞ ദൈവം, ആ ദൈവം പറയുന്നു, എനിക്കൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ അപ്പൻ അറിയുന്നതിലുപരി, അമ്മ അറിയുന്നതിലുപരി, സഹോദരന്മാർ അറിയുന്നതിലുപരി, ഭാര്യ അറിയുന്നതിലുപരി, ഭർത്താവ് അറിയുന്നതിലുപരി, മക്കൾ നമ്മളെ അറിയുന്നതിലുപരി നന്നായി അറിയുന്ന ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശം വലുതാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനയോ അത് നിറവേറപ്പെടുവാനിടയായിത്തീരും. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? നമ്മൾ അനുഭവിക്കുന്ന വേദനയാകട്ടെ, പ്രയാസമാകട്ടെ, സന്തോഷമായിക്കൊള്ളട്ടെ, ദുഃഖമാകട്ടെ, വിജയമായിക്കൊള്ളട്ടെ, പരാജയമാകട്ടെ, അതെല്ലാം ദൈവത്തിൻ്റെ ഉദ്ദേശമാണെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. ദൈവം നമ്മളെ നന്നായി അറിയുന്ന ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുള്ളപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യരുത്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൻ്റെ അടിമത്തിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെടുവിച്ചു കൊണ്ടുവരുമ്പോൾ അവർ ദൈവത്തോട് പിറുവിറുപ്പോടുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യുവാനിടയായിത്തീർന്നു. അവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ മരുഭൂമിയിൽ വെച്ച് അവർക്ക് പല പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയപ്പോഴും അവർക്ക് അതാത് സമയങ്ങളിൽ വേണ്ടതെല്ലാം ദൈവം ഒരുക്കി കൊടുക്കുവാനിടയായിത്തീർന്നു. അവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ദൈവം മരുഭൂമിയിൽ അവർക്ക് വേണ്ടി നൽകുവാനിടയായിത്തീർന്നു. പല വിധത്തിലും ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ചിട്ടും ദൈവത്തിൻ്റെ കരുതൽ അവർ അനുഭവിച്ചിട്ടും അവർ ദൈവത്തോട് മരുഭൂമിയിൽ വെച്ച് ക്വസ്റ്റ്യൻ തീരുവാനിടയായിത്തീർന്നു. അവർ ദൈവത്തോട് ചോദിച്ചു, ഇതിനാണോ ഞങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്? നമ്മളിൽ പലരും ഇതുപോലെയല്ലേ? ചെറിയൊരു പ്രയാസം കടന്നു വരുമ്പോൾ ഇതുവരെ നടത്തിയ വിധം ഓർക്കാതെ ദൈവത്തോട് പിറുപിറുപ്പോടെ ക്വസ്റ്റ്യൻ ചെയ്യാറില്ലേ? ദൈവമേ, ഏത് സാഹചര്യത്തിന് മധ്യേ പറയാമോ, ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ ശക്തനാണ്, ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ ശക്തനാണ്. ദൈവമേ, അങ്ങയുടെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറപ്പെടണമേ എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ടായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ ഒരിക്കലും തള്ളിപ്പറയരുത്. ഇയ്യോബിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ ശരീരം മാസകലം വ്രണങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്നു. തൻ്റെ സമ്പത്തെന്ന് പറയുവാനുണ്ടായിരുന്ന 7 പുത്രന്മാർ, 3 പുത്രിമാർ, 7000 ആട്, 3000 ഒട്ടകം, 500 ഏർക്കാള, 500 പെൺകഴുത, തുടങ്ങി എല്ലാ സമ്പത്തും തൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു. സ്വന്തം ഭാര്യ പോലും പറയുന്നു, ചെന്ന് ചത്തുകളക, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ചെന്ന് ചത്തുകളക. ആ സാഹചര്യത്തിലും ഇയ്യോബ് ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടത, ഇയ്യോബിൻ്റെ ജീവിതത്തിലെ നഷ്ടം ഒരിക്കലും ദൈവത്തിൻ്റെ ന്യായവിധിയല്ലായിരുന്നു. പിന്നെയോ ദൈവത്തെ തള്ളിപ്പറയത്തില്ല എന്നതിന് ഒരു ഉറപ്പിക്കലായിരുന്നു. തൻ്റെ കഷ്ടതയുടെ നടുവിലും ഇയ്യോബിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. നഗ്നനായ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നു, നഗ്നനായി തന്നെ പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിൻ്റെ കഷ്ടതയിലും ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറയുവാൻ ഇടയായി തീർന്നില്ല. പത്രോസിനെ നോക്കിക്കഴിഞ്ഞാൽ സാഹചര്യത്തിൽ യേശുവിനെ തള്ളിപ്പറയുവാനിടയായിത്തീർന്നു. പക്ഷേ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടനഷ്ടം വന്നിട്ടും ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. നമുക്ക് ദൈവത്തോട് പറയാമോ, ദൈവം തരുന്ന ഏത് വേദനയിലാകട്ടെ, നഷ്ടങ്ങളിലാകട്ടെ, ദുഃഖങ്ങളിലാകട്ടെ, ദൈവത്തെ ഒരിക്കലും നമുക്ക് തള്ളിപ്പറയരുത്. നമുക്ക് തീരുമാനിക്കും, എൻ്റെ ജീവിതത്തിൽ വരുന്ന ഏത് നഷ്ടമാകട്ടെ, ദുഃഖമാകട്ടെ, പ്രയാസമാകട്ടെ, ഞാൻ ഒരിക്കലും എൻ്റെ ദൈവത്തെ തള്ളിപ്പറയത്തില്ല എന്ന് നമുക്ക് പൂർണ്ണമായി തീരുമാനിക്കാൻ കഴിയുമോ? അടുത്തതായിട്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടായിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറിപ്പോകരുത്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ നോക്കിക്കഴിഞ്ഞാൽ നെബൂഖദ്നേസർ രാജാവ് വലിയൊരു കൽപ്പനയിടയായി തീർന്നു.
താനുണ്ടാക്കുന്ന ബിംബത്തെ നമസ്കരിക്കണം. എന്നാൽ അവർ ദൈവത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറിയില്ല. അവർ ഒരിക്കലും ആ ബിംബത്തെ നമസ്കരിക്കുവാൻ തയ്യാറായിട്ടില്ല. അവർ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല. ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല. നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തോട് പറയാമോ, അങ്ങനെ വിടുവിച്ചാലും ഇല്ലെങ്കിലും അങ്ങിൽ നിന്ന് ഞാൻ പിന്മാറിപ്പോകുകയില്ല. അങ്ങനെ വിടുവിച്ചാലും ഇല്ലെങ്കിലും അങ്ങിൽ നിന്ന് ഞാൻ പിന്മാറിപ്പോകത്തില്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ? ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ വലുതാണെന്ന് എത്ര പേർക്ക് ചിന്തിക്കുവാൻ കഴിയും? ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യരുത്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ ഒരിക്കലും തള്ളിപ്പറയരുത്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറിപ്പോകരുത്. ആ പിന്മാറിപ്പോകാതെ, ക്വസ്റ്റ്യൻ ചെയ്യാതെ, തള്ളിപ്പറയാതെ ആ ദൈവത്തിന് വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ചിന്തയേക്കാൾ മനോഹരമാണ്. എന്നാൽ കടന്നു പോകേണ്ട സാഹചര്യം വേദന നിറഞ്ഞത് ബുദ്ധിമുട്ടുള്ളതുമായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ദൈവം നിശബ്ദമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ വലുതാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളെ നിരൂപണത്തിനേക്കാൾ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലുതാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? ആ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ആ ഉദ്ദേശത്തിന് വേണ്ടി, ദൈവമേ അങ്ങയുടെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറപ്പെടണമെന്ന് നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.